ജാനകി ഒരു സ്വപ്നലോകത്തായിരുന്നു. കറുപ്പുസ്വാമിയിലേക്ക് താൻ അറിയാതെ അടുക്കുന്നു എന്ന സത്യം അവളുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടാക്കി. അയാൾ 2 കുട്ടികളുടെ പിതാവാണ്, സഹധർമ്മിണിയുമുണ്ട്. പോരെങ്കിൽ അയാൾ ഒരു വഷളനുമാണ്. വസൂരിക്കല വീണ അയാളുടെ മുഖം അത്യാകർഷകമല്ല, എങ്കിലും എന്തോ ഒന്ന് അയാളിലേക്ക് തന്നെ അടുപ്പിക്കുന്നില്ലേ. കറുപ്പുസ്വാമി കിടപ്പിലായതോടുകൂടി മന്ദാകിനിക്ക് ആശ്വാസമായി. പക്ഷേ അയാളുടെ കിടപ്പ് നടുത്തളത്തിലെ ആട്ടുകട്ടിലിന്മേലാണ്. അതെന്തിനാണെന്ന് അവൾക്കറിയാം. തന്നെ വീക്ഷിക്കാനുള്ള സൂത്രം തന്നെ അവൾ കണക്കുകൂട്ടി. മന്ദാകിനിക്ക് സൗന്ദര്യം മേൽപ്പടി വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ശങ്കരന് അത് കാണാനുള്ള കണ്ണില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം നടിച്ചു. 1-2 പ്രാവശ്യം ജാനകി സൂക്കേടുകാരനെ കാണാൻ അതുവഴി ചെന്നു. തിരികെ പോകുമ്പോൾ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ആ മാസത്തെ കൊപ്ര വിറ്റ് ശങ്കരൻ ആദ്യമായി ഭാര്യയ്ക്ക് പുടവയും ചാന്തും കുപ്പിവളയും വാങ്ങി. രാത്രി വിറകുപുരയുടെ അടുത്തേക്ക് വിളിച്ച് അതവൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇതുടുത്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. തൻ്റെ ഭർത്താവിൻ്റെ അധികാരസ്വരം അവളെ മായാപ്രപഞ്ചത്തിലാക്കി. 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവണം. കുളക്കടവിലെ സ്ത്രീകൾ പറഞ്ഞാണ് മന്ദാകിനി ആ വിവരമറിഞ്ഞത്. കച്ചേരി മേൽപ്പാടൻ അർബുദം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ വിവരം. തൊണ്ടയിൽ ബാധിച്ച പുഴുക്കുത്തേറ്റ കോശങ്ങൾ കാരണം അദ്ദേഹത്തിന് ശബ്ദിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി മന്ദാകിനി തിരുമാൻ വെച്ച തുണികൾ പോലും മറന്ന് ശങ്കരനരികിലേക്ക് ഓടി. നമുക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോവാൻ ശങ്കരേട്ടാ, അദ്ദേഹം കിടപ്പിലായല്ലോ ഈശ്വര. മന്ദാകിനി പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ അവസാന അത്താണിയും ഇല്ലാതായിരിക്കുന്നു. മന്ദാകിനിക്ക് വാവിട്ടലറി വിളിക്കണമെന്ന് തോന്നി. ശങ്കരൻ 4 പാടും നോക്കി. മറ്റാരെങ്കിലും ഭാര്യയുടെ നിലവിളി കേൾക്കുന്നുണ്ടോ എന്ന് ശങ്കിച്ചു. കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥാവിശേഷം ശങ്കരനുണ്ടായിരിക്കുന്നു. ബാല്യകാലം സങ്കട പെരുമഴയുടേതായിരുന്നു. മാനം തെളിയുന്ന നേരം അല്പം സന്തോഷം തോന്നിയിരുന്നു.